ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചലഞ്ചറ. ഞാൻ രാജേശ്വരി വിനോദ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒറ്റ നോട്ടത്തിൽ വളർച്ചയും വികാസവും എന്നാൽ എന്ത് എന്നുള്ളതാണ്. നമുക്കറിയാം, കോശ വിഭജനം മൂലം ഒരു വ്യക്തിയുടെ പിണ്ഡത്തിലുണ്ടാവുന്ന വർധനവിനെ വളർച്ച എന്ന് പറയാം. എന്നാൽ ഒരു വ്യക്തിയെ അനുക്രമമായ വികാസത്തിലേക്ക്, പരിപക്വനത്തിലേക്ക് നയിക്കുന്ന പുരോഗമനാത്മകമായ മാറ്റമാണ് വികാസം എന്ന് പറയുന്നത്. സോ വികാസത്തിനെ നമുക്ക് ഗുണാത്മകമെന്നും വളർച്ചയെ പാരിമാണികമെന്നും പറയാം. പാരിമാണികം എന്നാൽ അളക്കാൻ സാധിക്കുന്നത്. വികാസത്തിനെ അളക്കാൻ സാധിക്കത്തില്ല. പകരം ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിലൂടെ അയാളിലെ വികാസത്തിന്റെ പതിപ്പ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ വികാസത്തിന്റെ സവിശേഷതകളിലേക്ക് പോകുമ്പോൾ തന്നെ വികാസം പ്രവചനീയമാണെന്ന് കാണാനായിട്ട് സാധിക്കും. ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നിന്നും അയാളുടെ വികാസം എങ്ങനെയുള്ളതാണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. മറ്റ് സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ വികാസം എന്നത് അനുസ്യൂതമാണ്, വികാസം എന്നത് ക്രമീകൃതമാണ്, വികാസം എന്നത് സഞ്ചിത സ്വഭാവം പുലർത്തുന്നവയാണ്, വികാസം എന്നത് സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്കാണ്, വികാസം എന്നത് സാമാന്യത്തിൽ നിന്നും സവിശേഷതയിലേക്ക് പോകുന്നു, വികാസം പാരമ്പര്യം, പഠനം, പരിസ്ഥിതി, പരിപക്വത എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു, വികാസം എന്നത് ക്രമീകൃതമാണ്, വികാസം ഗതി നിയമം പാലിക്കുന്നു. ഇത്രയും സവിശേഷതകൾ പക്കാ പഠിച്ചു വയ്ക്കുക.